ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇഫ്താർ ടൈമിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു എഗ് ബോളിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഇത് ചെയ്യാനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. പിന്നീട് ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ വഴറ്റിയിട്ടെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചതും 1 കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ടൊന്ന് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ ടൈമിൽ 3 കോഴിമുട്ട വേവിച്ചെടുത്ത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു അടിച്ച് വെച്ച ആ ഒരു ബാറ്റർ വേറൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം ഇതുപോലെ നെയ്യ് വെച്ച് ബ്രഷ് ചെയ്യുക. എന്നിട്ട് ആ ബാറ്റർ നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആ ബാറ്റർ ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിന് മുകളിലായിട്ട് നമ്മുടെ ആ ഒരു മസാലൻ്റെ ആ ഒരു ഫില്ലിങ്ങും കൂടെ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിന് മുകൾ ഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു എഗ്ഗ് ഉണ്ടല്ലോ, അതും കൂടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത എഗ്ഗും മുഴുവനായിട്ട് വെച്ചിട്ട് അവസാനമായിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയതിനു ശേഷം നമ്മുടെ എഗ് ബോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. നിങ്ങൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.